പുഷ്പ 2 ഡയറക്റ്റഡ് ബൈ സുകുമാർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പടം കാണാൻ വേണ്ടി രാവിലെ 4 മണിക്ക് കുറേ ആൾക്കാർ ടിക്കറ്റ് എടുത്തു, പോയി കണ്ടു. ഭയങ്കര ശോകമാണ്, പാൻ ഇന്ത്യൻ മോശം അപരാധമാണെന്നൊക്കെ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞു. സോ എൻ്റെ ഷോ വൈകിട്ട് 6 മണിക്കായിരുന്നു വനിതാ വിനീതയിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിരാശയായിരുന്നോ എന്ന് ചോദിച്ചാൽ, റിവ്യൂസ് കേട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം വിഷമം തോന്നി. ബിക്കോസ് പുഷ്പ പോലൊരു അത്യാവശ്യം എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു പടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇത്രയും മോശപ്പെട്ടൊരു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഏതൊരു സിനിമ ലവറിനും വിഷമം ഉണ്ടാവും. സോ എനിക്കും വിഷമം ഉണ്ടായി. സോ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല ഈ സിനിമ കാണാൻ പോകാൻ. ഞാൻ സ്കിപ്പ് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു. ബട്ട് സ്റ്റിൽ എനിക്ക് റിവ്യൂ പറയണമെങ്കിൽ സിനിമ കാണണം. സോ അതുകൊണ്ട് തന്നെ, പിന്നെ അല്ലു അർജുൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ ഓൾറെഡി പടം അത്ര മോശമായാലും ഞാൻ പോയി കാണും. സ്കിപ്പ് ചെയ്താലും ചിന്തിച്ചാലും ഞാൻ എന്തായാലും പോയി കാണും ആ പടം. അല്ലു അർജുൻ്റെ സിനിമയാണ്. പിന്നെ ഇത്രയും ബഡ്ജറ്റിലൊക്കെ വരുന്ന ഏത് മോശം പടമാണെങ്കിലും ഞാൻ പോയി കണ്ടിരിക്കും. സോ സിനിമ കണ്ടു. ഇതെൻ്റെ സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ പറയാം. ആ ക്ലൈമാക്സ് അങ്ങോട്ട് ഒത്തില്ല. ഒരു ചന്ദനമഴ, കുടുംബവിളക്ക് അതൊക്കെയല്ലേ പോപ്പുലർ സീരിയൽസിൻ്റെ പേരൊക്കെ. ആ സീരിയലൊക്കെ പോലത്തെ ഒരു സംഭവമാണ് സെക്കൻഡ് ഹാഫിൽ പിടിച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് ഒരു പാസം പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അതെനിക്ക് അങ്ങോട്ട് ഒട്ടും കണക്ട് ആയില്ല. ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും. പിന്നെ രശ്മിക മന്ദാന എന്ന് പറഞ്ഞുണ്ടല്ലോ, എന്ത് ക്രിഞ്ച് ഫെസ്റ്റാണ് രശ്മികയുടെ. അവൾക്ക് നാഷണൽ അവാർഡ് വേണം. നാഷണൽ അവാർഡ്, എൻ്റെ അവാർഡ് തരാം, ഞാൻ പറയണല്ല. ഇനി ഇതാ ഫസ്റ്റ് പാർട്ടിൽ ഇതിനെയൊക്കെ കൊന്നുകളയേണ്ടായിരുന്നു. എന്നാൽ കുറച്ചൊക്കെ ഫസ്റ്റ് പാർട്ടിൽ എന്ത് ബെറ്റർ ആയിരുന്നറിയോ, ഇതിൽ വെറുപ്പിച്ച് പ്ലസ് ക്രിഞ്ചാണ്. ക്രിഞ്ച് എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടാ ക്രിഞ്ച്. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ആയിരുന്നു കാണിക്കാൻ? പുഷ്പയുടെ ചന്ദനമഴ എന്ന് പറയേണ്ടി വരും. ആ അവസ്ഥയിലായിരുന്നു. ഈ രശ്മികനെ ഒഴിവാക്കിയ പടത്തിൻ്റെ പകുതി പ്രശ്നം തീർന്ന്. അത്രയ്ക്കും അലമ്പെന്ന് വെച്ചാൽ ക്രിഞ്ച്. ആൻഡ് നാഷണൽ അവാർഡ് വേണം. നാഷണൽ അവാർഡല്ല, പറഞ്ഞാൽ കൂടി പോവും. നാഷണൽ അവാർഡ് ഞാനൊരു അവാർഡ് തരാം. അത്രയ്ക്കും മോശം. എനിക്ക് സുകുമാർ അണ്ണ, ഐ ഡോണ്ട് നോ ഈ തമിഴ് തെലുങ്കിൽ ബ്രദറിനെ എന്താണ് വിളിക്കുന്നത്. സോ ഐ എം റിക്വസ്റ്റിംഗ് യു, നിങ്ങൾ ഒരു നല്ല ഡയറക്ടറാണ്. അല്ല, ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ പേരൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. നിങ്ങളൊരു നല്ല ഡയറക്ടറാണ്. ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത പടം പുഷ്പ 1 വാസ് എ ഗ്രേറ്റ് ഫിലിം. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു റിവ്യൂ. ഇവിടെ മലയാളികൾക്ക് മാത്രമാണ് ഈ സിനിമയ്ക്ക് ഇത്രയും നെഗറ്റീവ് വരുന്നുള്ളൂ. നമ്മുടെ പാൻ ഇന്ത്യൻ സൈഡിലൊന്നും ഇത്ര നെഗറ്റീവ് വരുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടെ. ഇനി ചെയ്യുമ്പോൾ പുഷ്പ 3 ദ റാംപേജ് വില്ലൻ നമ്മുടെ വിജയ് ദേവരകൊണ്ട എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അപേക്ഷിക്കുക, ഐ എം റിക്വസ്റ്റിംഗ് യു. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ സിനിമ എടുത്തു തുടങ്ങിയ ആളാണ്. അന്നൊക്കെ നിങ്ങൾ നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങളുടെ സിനിമകളൊക്കെ ഞാൻ ടി വിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇനി എടുക്കുമ്പോൾ നല്ല സിനിമകൾ എടുക്കുക. നിങ്ങൾ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ വന്നിട്ട് ഇങ്ങനത്തെ ഈ സെക്കൻഡ് ഹാഫ്, ഇത് മോശം പടം, ഭയങ്കര മോശം പടമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് ആ സെക്കൻഡ് ഹാഫിൽ ആ ക്ലൈമാക്സ് ഒക്കെ കൂടി നശിപ്പിച്ചാണ്. അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ച് ബോറാണ്. കുറച്ചും കൂടി ബെറ്റർ ആക്കി നല്ലൊരു സിനിമയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഹാഫ് അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല അത്യാവശ്യം കൊള്ളാവുന്നൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ആ നശിച്ച സെക്കൻഡ് ഹാഫ്. പിന്നെ രശ്മിക മന്ദാന, നിനക്ക് നാഷണൽ അവാർഡല്ല ഞാൻ പറയുന്നില്ല. ആ രശ്മികയാണ് ക്രിഞ്ച് ഫെസ്റ്റാക്കി കളഞ്ഞത്. അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആക്കായിരുന്നു. റിട്ടൺ ബൈ ശ്രീകാന്ത് വിസ് ആൻഡ് സുകുമാർ. ഡയലോഗ്സ് മലയാളമാണ് കണ്ടത്. സോ ഡയലോഗിനൊന്നും പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസ്ഡ് ബൈ നവീൻ യർനേനി, യമൻ ചല്ലി രവിശങ്കർ. സ്റ്റാറിങ് അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ. അയ്യോ ഫാദിക്ക മറന്നുപോയി. വരുന്നു, മറ്റേ നാണം കിടന്നു പോകുന്നു, വരുന്നു നാണം കിടന്നു പോകുന്നു, വരുന്നു നാണം കിടന്നു പോകുന്നു. ഫഹദ് ഈ സിനിമയിൽ നിന്ന് ഫഹദിൻ്റെ ഒരു പോയതിന് ശേഷമാണ് സിനിമ കുറച്ച് ബോറായി തുടങ്ങിയത്. ഫഹദിൻ്റെ പ്രസൻസ് പോയതിന് ശേഷമാണ് സിനിമ കുറച്ചൊക്കെ ബോറായി തുടങ്ങി. അതിനു മുമ്പ് അത്യാവശ്യം ഒരു എബോ ആവറേജ് പടം നിന്നെയാണ്. പിന്നെ പറഞ്ഞല്ലോ രശ്മിക, എനിക്ക് ഓർക്കുമ്പോൾ ദേഷ്യം വരും. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് രശ്മികനോട്. ഈ പടം പകുതി മോശമാക്കി രശ്മികയാണ്. എന്തായാലും രശ്മിക്കൊന്നും എൻ്റെ വീഡിയോ റിവ്യൂ ഒന്നും കാണൂല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് മോശം പെർഫോമൻസ്. നാഷണൽ അവാർഡ് തരാം, നിനക്ക് നാഷണൽ അവാർഡ് തരും, എല്ലാവരും കൂടി വരും. ദേവ്ശ്രീ പ്രസാദിൻ്റെ മ്യൂസിക് കൊള്ളായിരുന്നു. പിന്നെ മൈത്രി മൂവി മേക്കേഴ്സ് പ്രൊഡക്ഷൻ കമ്പനി, എഡിറ്റഡ് ബൈ നവീൻ നൂലി. അതൊന്നും ടെക്നിക്കൽ സൈഡൊന്നും വലിയ മോശം പറയാനില്ല. ആ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ മോനെ
പിന്നെ പിന്നെ അത് പറയണമല്ലോ, ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ ജപ്പാൻകാരായിട്ടുള്ളൊരു ഫൈറ്റ് സീൻ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. ഏതോ ആസാമിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരെ പിടിച്ച് ടാറ്റു അടിച്ച ജപ്പാനാണെന്ന് തോന്നുന്നു. പിന്നെ അത് ജപ്പാനൊന്നുമല്ല, അത് മറ്റേ ഈ മലയാളത്തിലൊരു പേര് പറയല്ലോ, ഒരു തുറമുഖം. അത് എന്ത്, അത് ഇവിടെ അടുത്തെങ്ങാണ്ട് കേരളത്തിലെ തെലുങ്കാനയിലെ എന്തോ സ്ഥലം പിടിച്ചിട്ട് അത് ജപ്പാനാണ് പോലും. എന്തൊക്കെ അത്. പക്ഷെ ഫൈറ്റ് സീനൊക്കെ ഒരു ഇമ്പാക്റ്റും ഇല്ലയെന്ന് കുറേ പേര് പറയുന്നുണ്ടായി. അത് ആ സംഭവം ആ ഡിപ്പാർട്ട്മെൻറ്റ് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അവരെ കണ്ടിട്ട് നേപ്പാളികളും നേപ്പാളികളും ആസാമികളൊക്കെ പോലെയായിട്ട് എനിക്ക് തോന്നിയത്. എന്തായിരുന്നു പറഞ്ഞു നിർത്തിയ, മറന്നുപോയി. അതാണ് പ്രശ്നം. എന്തെങ്കിലും ആവട്ടെ. സോ ടോട്ടലി ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിം. പറയുന്നത്ര മോശമൊന്നും അല്ല. വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ഒരു പ്രതീക്ഷയില്ലാതെ കണ്ടു നോക്കുക, ചിലപ്പോൾ ഇഷ്ടപ്പെടും. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് ഒക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലും കുഴപ്പമില്ല, രശ്മിക. അപ്പം ശരി, എന്നാൽ ബൈ.